വർക്കലയിൽ ഗ്രഹനാഥിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിയോടെ സംഭവസ്ഥലമായ താഴെവെട്ടൂരിൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ IPS എത്തി. പോലീസിന്റെ സയന്റിഫിക് വിഭാഗമായ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും കൃത്യം നടന്ന സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. ആക്രമണത്തിൽ പങ്കെടുത്ത മറ്റ് പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ പ്രതികളെ പിടികൂടുമെന്നും വർക്കല പോലീസ് അറിയിച്ചു. 5ാം പ്രതിയായ താഴെവെട്ടൂർ സ്വദേശി ആഷിർ ഇതിനോടകം പിടിയിലായിട്ടുണ്ട്. സംഭവം നടന്നതിന്റെ സമീപത്ത് ലഹരി മാഫിയ സംഘങ്ങൾ ഒത്തുകൂടുന്നതിനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനുമായി ഒത്തുകൂടുന്ന കേന്ദ്രത്തെക്കുറിച്ച് ഷാജഹാനും ബന്ധുവായ മത്സ്യത്തൊഴിലാളിയും ചേർന്ന് വർക്കല പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ലഹരി വസ്തുക്കൾ കണ്ടെടുത്തെങ്കിലും ആരെയും പിടികൂടാൻ കഴിഞ്ഞില്ല. തുടർന്ന് നാട്ടുകാർ ഈ കേന്ദ്രം അടിച്ചു തുറക്കുകയായിരുന്നു. നാട്ടുകാർ പകർത്തിയ ദൃശ്യം ബീക്കൺ ന്യൂസ് പുറത്തുവിടുന്നു. കൂട് ഇത്തരം സംഭവങ്ങളെല്ലാം ലഹരി മാഫിയയ്ക്ക് ഷാജഹാനോടും ബന്ധുവിനോടുമുള്ള പക വർദ്ധിക്കുന്നതിന് കാരണമായി. പ്രതികാര നടപടിയെന്നോണം 5-അംഗ സംഘം ക്രിസ്മസ് തലേന്ന് രാത്രി 9 മണിയോടുകൂടി പതിയിരുന്ന് ഇരുചക്ര വാഹനത്തിൽ വന്ന ഷാജഹാനെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ഒളിവിൽ പോയ 4 പ്രതികൾക്കും വേണ്ടി വർക്കല പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബീക്കൺ ന്യൂസ്, വർക്കല.